കേരളത്തിൽ അടുത്തിടെ നടന്ന രണ്ട് സംഭവങ്ങൾ സമൂഹത്തിൽ ഏറെ ഞെട്ടലുണ്ടാക്കിയ കാര്യങ്ങളാണ്. ആലപ്പുഴ പട്ടണത്തിലെ ഒരു സ്കൂൾ, ഇവിടുത്തെ ഒരു +1 വിദ്യാർത്ഥിനി ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. പരുമലയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു പ്രസവം. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ സ്കൂളിൽ തന്നെ പഠിക്കുന്ന +1 വിദ്യാർത്ഥിയുടെ പേരിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥി ഇപ്പോൾ ഒളിവിലാണ് എന്ന് കേൾക്കുന്നു. ഈ പെൺകുട്ടിക്ക് ഉണ്ടായിക്കൊണ്ടിരുന്ന ശാരീരിക മാറ്റങ്ങൾ പല പ്രാവശ്യം സ്കൂൾ പ്രിൻസിപ്പലിനെ അധ്യാപകരും വേണ്ടപ്പെട്ടവരും ധരിപ്പിച്ചുവെങ്കിലും ഈ കാര്യം പ്രിൻസിപ്പൽ വേണ്ട ഗൗരവത്തോടെ കൈകാര്യം ചെയ്തില്ല എന്ന് പരക്കെ ആക്ഷേപമുണ്ട്. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും എന്നായപ്പോൾ ആരുടെയൊക്കെയോ സമ്മർദ്ദം മൂലം പ്രിൻസിപ്പൽ ചൈൽഡ് ലൈനിൽ വിവരം അറിയിച്ചു. മോഡൽ എക്സാം നടക്കുന്ന സമയം, ആ സമയത്ത് കുട്ടി തീരെ അവശ ആയിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പ്രസവത്തിന് കുറച്ച് ദിവസം മുൻപ് വരെ ഈ കുട്ടി സ്കൂളിൽ വന്നിരുന്നു. മാത്രമല്ല, ചൈൽഡ് ലൈൻകാരോട് പെൺകുട്ടിയുടെ വീട്ടുകാർ മാന്യമായി പെരുമാറിയില്ല എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഈ പെൺകുട്ടിക്ക് ഉണ്ടായിക്കൊണ്ടിരുന്ന ശാരീരിക മാറ്റങ്ങൾ ദിവസവും കാണുന്ന വീട്ടുകാർ കണ്ടില്ലേ? ഈ വിഷയം അധികാരികൾ വളരെ ഗൗരവത്തോടെ അന്വേഷിക്കേണ്ടതാണ്. ഈ സ്കൂളിൽ നിന്നും 75 മീറ്റർ അകലെയുള്ള മറ്റൊരു സ്കൂളിൽ ഒരു വിദ്യാർത്ഥി കൂടെയുള്ള വിദ്യാർത്ഥിയുടെ നേരെ തോക്ക് ചൂണ്ടിയ സംഭവം, അതും വലിയ വാർത്തയായിരുന്നു. ഈ പ്രശ്നമൊക്കെ തീർന്ന് സ്കൂളിൽ കയറിയ തോക്ക് ചൂണ്ടിയ ആ വിദ്യാർത്ഥി തന്നെ വീണ്ടും വലിയ വലിയ പ്രശ്നങ്ങൾ സ്കൂളിൽ ഉണ്ടാക്കി. ഒടുവിൽ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടും എന്നുറപ്പായപ്പോൾ ടീച്ചേഴ്സ് തന്നെ ജാതീയമായി അധിക്ഷേപിച്ചു എന്നായി ഈ +2കാരൻ ഒരുക്കിയ പുതിയ തിരക്കഥ. ദൃശ്യപത്രമാധ്യമങ്ങളുടെ മുൻപിൽ ഈ കഥ നല്ലതുപോലെ ഈ കുട്ടിയും ഈ കുട്ടിയുടെ വേണ്ടപ്പെട്ടവരും അവതരിപ്പിച്ച് അതൊരു കേസാകുന്ന തലത്തിലേക്ക് എത്തിച്ചു. പോലീസ് അന്വേഷണത്തിൽ എല്ലാം കള്ളമാണ് എന്ന് തെളിഞ്ഞു. കേസും ഇല്ലാതെയായി. ഇതിന്റെ ക്ലൈമാക്സ് ആണ് വളരെ ഗംഭീരമായത്. ഈ +2കാരൻ ശ്രീശങ്കർ ഇപ്പോൾ പോക്സോ കേസിൽ പ്രതിയായിരിക്കുകയാണ്. അസൈൻമെന്റ് ചെയ്യാൻ സഹായിക്കണം എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചതാണ് കേസ്. അതായത് പെൺകുട്ടി ഇവന്റെ വീട്ടിനുള്ളിൽ പോയിട്ട് മണിക്കൂറുകളായിട്ടും പുറത്തു കാണാത്തപ്പോൾ നാട്ടുകാർ രണ്ടുപേരെയും പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. മെഡിക്കൽ പരിശോധനയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് തെളിഞ്ഞു. ഇതിൽ നിന്നൊക്കെ ഇപ്പോൾ വ്യക്തമാകുന്നത് എന്താണ്? നമ്മുടെ അധ്യാപകർക്ക് അവർക്ക് സംരക്ഷണം വേണം എന്നതാണ്. ഇപ്പോൾ കുട്ടികളുടെ തെറ്റുകൾ ഒരു അധ്യാപകൻ ചൂണ്ടിക്കാണിച്ചാൽ അധ്യാപകർക്ക് പഴിയുണ്ടാകുന്നു, പേരുദോഷമുണ്ടാകുന്നു, ഒപ്പം ഭീഷണി. കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്ന അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് വെക്കൂ. പോലീസ്, എക്സൈസ് ഉദ്യോഗസ്ഥരെ രഹസ്യമായി മാത്രമേ വിവരം അറിയിക്കാവൂ എന്നാണ് ഉദ്യോഗസ്ഥർ തന്നെ അധ്യാപകരോട് പറയുന്നത്. കാരണം എന്താണ് എന്നാൽ, അറിയിച്ച അധ്യാപകന്റെ പേര് പുറത്തറിഞ്ഞാൽ ഈ ലഹരി കച്ചവടക്കാർ പകരം വീട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. കഞ്ചാവും MDMAയും മറ്റു ലഹരി വസ്തുക്കളും കോളേജിലെയും സ്കൂളിലെയും മൂത്രപ്പുരകൾ കേന്ദ്രീകരിച്ചാണ് വിതരണം എന്നും കേൾക്കുന്നു. കച്ചവടം, ഉപയോഗം, ഇതൊക്കെ അധ്യാപകർക്കൊക്കെ അറിയാം. പക്ഷെ ഇതെല്ലാം അറിയാമെങ്കിലും അധ്യാപകർ പുറത്തു പറയുന്നില്ല. എന്താണ് കാരണം? കാരണം അവർക്ക് ജീവനിൽ ഭയമുണ്ട്. കലാലയങ്ങൾ ലഹരിമുക്തമാകണമെങ്കിൽ കലാലയങ്ങൾക്കുള്ളിലും ലഹരി വസ്തുക്കൾ ഉണ്ടോ എന്നുള്ള പരിശോധന ശക്തമാക്കണം. സ്കൂളിലും കോളേജിലുമുള്ള അധ്യാപകർക്ക് എല്ലാ അർത്ഥത്തിലും സംരക്ഷണം നൽകാൻ ഗവൺമെന്റ് തയ്യാറാവണം. അല്ലാത്ത പക്ഷം ഭാവിയിൽ അധ്യാപക വൃത്തിക്ക് ആളെ ലഭിക്കാതെ വരും എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, പണ്ടത്തെ കാലത്തുള്ള അധ്യാപകരും ഇന്നത്തെ കാലത്തുള്ള അധ്യാപകരും അവർ രണ്ടുപേരും എത്ര വ്യത്യസ്തമായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പണ്ടത്തെ അധ്യാപകർ ഒരുപാട് വിദ്യാർത്ഥികളുമായി അടുത്തു നിന്നിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അധ്യാപകർക്ക് അത് സാധിക്കുന്നില്ല. അത് അവരുടെ പോരായ്മ കൊണ്ടല്ല, അവർ ഭയപ്പെടുന്നു. അവർ ഭയപ്പെടുന്നത് തങ്ങൾ വളർത്തി പഠിപ്പിച്ച് വലുതാക്കുന്ന വിദ്യാർത്ഥികൾ തങ്ങളുടെ നേരെ വിരലല്ല ചൂണ്ടുന്നത്. വിരലിനോടൊപ്പം അവർ തോക്ക് ചൂണ്ടും, ചിലപ്പോൾ കത്തിയെടുക്കും, ചിലപ്പോൾ കുത്തി എന്നും വരും. അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ അധ്യാപകരുടെ നേരെ വെറും വിദ്യാർത്ഥികൾ, അവർ പഠിപ്പിച്ച് വലുതാക്കുന്ന വിദ്യാർത്ഥികൾ പറയുന്നതും ചെയ്യുന്നതും കാണുന്നത്. അതുകൊണ്ട് തന്നെ അധ്യാപകർക്ക് സംരക്ഷണം വേണം എന്ന അവരുടെ ആവശ്യം അത് നല്ല രീതിയിൽ തന്നെ ഗൗരവത്തോടെ തന്നെ പരിഗണിക്കേണ്ട ഒരു പ്രശ്നമായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.